ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ആരോപണം നടൻ നിവിൻ പോളിക്ക് നേരെയായിരുന്നു. നിവിൻ പോളിയും വേറെ കുറച്ച് ആൾക്കാരും ചേർന്ന് ഒരു പെൺകുട്ടിയെ ദുബായിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു പുതിയ വെളിപ്പെടുത്തൽ. എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. നിവിൻ പോളി ഈ കേസിൽ 6ാം പ്രതിയാണ്. നമ്മുടെ ചാനലുകൾക്ക് ഇതും ഒരു ഇക്കിളി കഥയാണ്. അവർ ഇതും എടുത്ത് ആഘോഷമാക്കുന്നു. പോലീസ് അന്വേഷണത്തിന് മുൻപ് തന്നെ ചാനൽ CIDമാർ കേസ് ഏറ്റെടുക്കുകയും അന്വേഷണവും വിചാരണയും ആരംഭിച്ചു. അവർ തന്നെ വിധി പ്രസ്താവിക്കും. നിവിൻ പോളിയുടെ ഈ കേസിൽ ഇരയായ സ്ത്രീ ഒരു ചാനലിൽ വന്നിരുന്ന് ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അവർക്ക് അമേരിക്കയിലെ ഗുഡ്വിൽ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഡോക്ടറേറ്റ് ISROയിലെ O മാധവൻ സാറാണ് സമ്മാനിച്ചതെന്നും ഒക്കെയായിരുന്നു അവർ പറഞ്ഞത്. അമേരിക്കയിൽ അങ്ങനെ ഒരു സർവകലാശാല ഇല്ല. മാത്രമല്ല, ഈ O മാധവൻ എന്ന് പറയുന്ന ആൾ മുകേഷിൻ്റെ അച്ഛനാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിരുന്നു. കൂടാതെ ഈ ചാനൽ ചർച്ചയിൽ അവർ പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിരുന്നു. ഇത് നടക്കുന്നത് നിവിൻ പോളിക്കെതിരെ കേസെടുത്തതിൻ്റെ പിറ്റേ ദിവസം. തൊട്ടടുത്ത ദിവസം അതേ ചാനലിൽ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് പുതിയ വാർത്ത വരുന്നു. വിനീത് ശ്രീനിവാസനാണ് ഇത്തവണ വെളിപ്പെടുത്തലിൻ്റെ ഉറവിടം. പരാതിക്കാരി പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മരടിലെ ന്യൂക്ലിയസ് മോളിൽ ഉണ്ടായിരുന്നു എന്നാണ് വിനീത് പറഞ്ഞത്. ചുരുക്കത്തിൽ പരാതിക്കാരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും 2 ദിവസങ്ങൾ കൊണ്ട് 8 നിലയ്ക്ക് പൊട്ടുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് പരാതിക്കാരിയുടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും നിവിൻ പോളി ആ പറഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന വിനീത് ശ്രീനിവാസന്റെ സാക്ഷ്യപ്പെടുത്തലുകളും കാണിക്കുന്നത് ആ സ്ത്രീയുടെ പരാതി വ്യാജമാണ് എന്നാണോ അതോ കെട്ടിച്ചമച്ചതാണോ? പരാതികൾ ഒരാളെ മനഃപൂർവ്വം കൊടുക്കുവാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് വ്യാജ പരാതിയാകും. എന്നാൽ തൽപര കക്ഷികൾ ചേർന്ന് വേണമെങ്കിൽ ഒരു കഥ മെനഞ്ഞു ഉണ്ടാക്കി കെട്ടിച്ചമച്ചതുമാകാൻ സാധ്യതയില്ലേ? അല്ലെങ്കിൽ തീർത്തും പരസ്പര വിരുദ്ധമായി സംസാരിച്ച് അവർ കൊടുത്ത പരാതി എത്രമാത്രം ദുർബലപ്പെടുത്താമോ അത്രമാത്രം ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും ഒരു വാദി ഇതിനു മുൻപ് തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കേസിൽ ഒരാൾ സ്വയം തനിക്ക് തന്നെ പാരയാകുന്ന ഒരു കാഴ്ചയാണ് കേരള സമൂഹം കാണുന്നത്. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നുണയാണെന്നും വ്യാജമാണെന്നും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓർമ്മിക്കണം, വെറും 48 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഒരു പീഡന പരാതി നിവിൻ പോളിയെ നാറ്റിച്ചു. ശ്വാസം വിട്ട് സിനിമാ ലോകം. ഇതാണ് ഇന്ന് വന്ന ഒരു ഓൺലൈൻ ചാനലിൻ്റെ തമ്പനെയിൽ. ഒരു പരാതി പറയുന്ന ആൾ അത് വ്യാജ പരാതിയാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും സത്യസന്ധത കാണിക്കില്ലേ? ഈ പരാതിക്കാരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ അവർ പറയുന്ന ഒരു കാര്യവും വിശ്വാസയോഗ്യമല്ല എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്ന വിധത്തിൽ പറയുകയാണ് അവർ ചെയ്തത്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല, അവരെ ദുബായിലെ ഒരു റൂമിൽ പൂട്ടിയിട്ടു. അവരുടെ വീട്ടിൽ അവരറിയാതെ CCTV ക്യാമറ വെച്ചു എന്നും അവർ പറയുന്നുണ്ട്. കൂടാതെ അവരുടെ ഫോൺ അവരെ പൂട്ടിയിട്ടവരുടെ കയ്യിലായിരുന്നു എന്നും അങ്ങനെ വിശ്വാസയോഗ്യമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് കേൾക്കും. ഈ ഒരു പീഡന പരാതി നഷ്ടപ്പെട്ടു പോയ മലയാള സിനിമാ മേഖലയുടെ മൊത്തം മാനവും തിരിച്ച് പിടിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഉഭയകക്ഷികളുടെ അറിവും സമ്മതത്തോടും കൂടി കെട്ടിച്ചമച്ച ഒരു തിരക്കഥയുടെ ഭാഗമല്ലേ? കണ്ടില്ലേ, എല്ലാ പീഡന പരാതികളും ഇങ്ങനെയാണ്, ഇതുപോലെയാണ്, എല്ലാം വ്യാജമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, ഒരു പരാതിക്കാരി അവർ പരാതി ഒരു ചാനലിൽ പറയുമ്പോൾ, ഏറ്റവും ചുരുങ്ങിയത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുമ്പോൾ, അവർക്ക് അമേരിക്കയിലുള്ള 3200ഓളം യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറയാമായിരുന്നില്ലേ? പരാതിയുടെ അടിസ്ഥാനം ഈ ഒരു ഡോക്ടറേറ്റ് അല്ലാത്തത് കൊണ്ട് ആ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് ആരും പോകുമായിരുന്നില്ല. എന്നിട്ടും അവർ എന്തുകൊണ്ടായിരിക്കും ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞത്? അവർ എന്തുകൊണ്ടായിരിക്കും ഡോക്ടറേറ്റ് കൊടുത്തത് മരിച്ചുപോയ O മാധവൻ ആണ് എന്ന് പറഞ്ഞത്? അവരുടെ വീട്ടിൽ അവരറിയാതെ ആരൊക്കെയോ CCTV ക്യാമറ വെച്ചു എന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. അത് അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അവർ കൊടുത്ത പരാതി തുടക്കത്തിൽ തന്നെ പൊളിയും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ
അവർ ഈ ഒരു കലാപരിപാടിയുമായി ഇറങ്ങിത്തിരിച്ചത്? സംഭവം വ്യക്തമാണ്. തുടക്കത്തിൽ തന്നെ ഈ പീഡന പരാതി പൊളിയണം എന്നുള്ളത് പരാതി കൊടുത്ത സ്ത്രീക്കും അതിന് അവരെ പ്രേരിപ്പിച്ചവർക്കും നിർബന്ധമായിരുന്നു. അങ്ങനെ നിവിൻ പോളിക്ക് തൻ്റെ അഗ്നിശുദ്ധി തെളിയിച്ച് പുറത്തു വരുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് സിനിമാ ലോകത്തിന്റെ മുൻപിൽ അപ്പാടെ മാനം നഷ്ടപ്പെട്ട് ഉടുതുണി പോലുമില്ലാതെ നിൽക്കുന്ന മലയാള സിനിമയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ ഒരു കച്ചിത്തുരുമ്പ് എന്ന പോലെ നിവിൻ പോളിക്കെതിരെയുള്ള പീഡന പരാതി യാതൊരു അടിസ്ഥാനവുമില്ലാത്തത് എന്ന് വ്യക്തമാകുന്നത്. നോക്കണം, പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടില്ല. ആരെയും ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു പീഡന പരാതി കൊടുത്തിട്ട് 48 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ അത് വ്യാജ പരാതിയാണ് എന്ന് മനസ്സിലാകുന്നത്. പരാതിയുടെ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ കാത്തിരുന്നതുപോലെ നിവിൻ പോളി പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നു. പിറ്റേന്ന് നിവിൻ പോളിക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ സാക്ഷാൽ വിനീത് ശ്രീനിവാസനും എത്തുന്നു. ഇപ്പോൾ അറിയുന്നത് നിവിൻ പോളി തൻ്റെ പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്നും ആ ദിവസങ്ങളിൽ നിവിൻ പോളി കേരളത്തിൽ തന്നെ ആയിരുന്നു എന്നുമാണ്. നല്ല കാര്യം. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം ആരോ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? നന്നായി എഴുതിയ ഒരു തിരക്കഥ, തുടക്കത്തിൽ തന്നെ പൊളിയുന്ന, തുടക്കം തന്നെ ക്ലൈമാക്സ് ആയി മാറിയ ഒരു തിരക്കഥ, ലോജിക് ഇല്ലാത്ത സിറ്റുവേഷനുകളും ഒട്ടും കൺവിൻസിംഗ് അല്ലാത്ത കഥന രീതിയും എല്ലാം ആ തിരക്കഥയുടെ വിജയത്തിന് അത്യാവശ്യമായിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും പ്രബുദ്ധ മലയാളി വീണ്ടും വീണ്ടും ചാനലുകളുടെ 8 മണിയുടെ നുണപ്രചാരണത്തിനായി കാതോർത്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആരോ പറയുന്നത് കേട്ടു, പരാതിക്കാരി നേരത്തെ ഏതോ ഒരു ഹണി ട്രാപ്പ് കേസിലൊക്കെ ഉൾപ്പെട്ട ആളാണ് എന്ന്. സത്യമാണോ എന്നറിയില്ല. നിവിൻ പോളിക്ക് നേരെ പരാതിയുമായി വരുവാൻ ആരെങ്കിലും അവർക്ക് കൊട്ടേഷൻ കൊടുത്തതുമായി കൂടി അങ്ങനെയും ആവാം. മലയാള സിനിമയിൽ പിടിമുറുക്കിയിരിക്കുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവും ദുരുപയോഗവും സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ മാധ്യമങ്ങളും സിനിമാക്കാരും എല്ലാം ചേരുന്ന ഒരു വലിയ കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നതേയില്ല. മാധ്യമങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ ഇക്കിളി കഥകളുമായി വരുന്നു. ഏറ്റവും ഒടുക്കം മലപ്പുറത്ത് പോലീസ് നടത്തി എന്ന് പറയുന്ന ഒരു പീഡന കഥയുമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ കളം പിടിക്കുവാൻ ശ്രമിക്കുന്നത്. ആ വാർത്ത തന്നെ വ്യാജമാണ് എന്നാണ് മറ്റു ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും പറയുന്നത്. എങ്ങനെ TRP കൂട്ടി റേറ്റിംഗ് കൂട്ടാമെന്നതിൻ്റെ പേരിൽ ചാനലുകൾ തമ്മിൽ ഇപ്പോൾ കേരളത്തിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ കഥകൾ ഉണ്ടാക്കാമോ, എന്തൊക്കെ വ്യാജങ്ങൾ പറയാമോ, അതെല്ലാം ചെയ്യുന്നതിൽ മുൻപിലാണ് ഓരോ ചാനലും. ഇതിൻ്റെ ഇടയിലാണ് സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്നറിയാതെ മലയാളി പ്രേക്ഷകൻ കിടന്ന് നട്ടം തിരിയുന്നത്. ആദ്യം ഈ ചാനലുകാർ അർജുൻ്റെ പിറകെ ഷിരൂരിലായിരുന്നു. അപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ തന്നെ അർജുനെ വിട്ടിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ പിന്നിലെ ഇക്കിളി കഥകളുമായി ചാനലുകൾ അരങ്ങ് തകർക്കുകയായിരുന്നു. ഇതിനിടയിലാണ് TRP റേറ്റിംഗ് വരുന്നതും റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾ മുന്നോട്ട് വരുന്നതും. അപ്പോഴാണ് സിനിമാക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇടിവെട്ട് വെളിപ്പെടുത്തലുകളുമായി PV അൻവർ MLA വരുന്നത്. പിന്നെ പൂരം അൻവറിന്റെ മൈതാനത്തിലായി. TRP റേറ്റിംഗ് കുറയാതിരിക്കുവാൻ അവർ വീണ്ടും ഇക്കിളി കഥകളുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് സത്യമാണ് എന്ന് കരുതുന്നത് നമ്മളെ പമ്പര വിഡ്ഢികളാക്കുകയാണ് ഈ ചാനലുകാർ. റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾ മുത്തുച്ചിപ്പി പോലെ തിളങ്ങുന്ന കാലം വിദൂരമല്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.